എല്ലാവർക്കും ഇഷൽ ടേസ്റ്റി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതപ്പോൾ ഉലുവച്ചോറ് എന്ന് പറയും ഞങ്ങളുടെ മലപ്പുറം ജില്ലക്കാർ. പല നാട്ടിലും പല പേരായിരിക്കും ഈ ഒരു റൈസിന് പറയാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ മൺകലത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അടുപ്പത്താണ് ഞാനിവിടെ റൈസ് വെക്കുന്നത്. അടുപ്പത്ത് വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഈ റൈസിന് ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് മട്ടരിയാണ്. വെള്ളരിയിലും ഈ റൈസ് വെക്കാവുന്നതാണ്. അപ്പോൾ മട്ടരി ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ മട്ടരി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഉലുവ എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് നമ്മുടെ നുറുക്ക് ഗോതമ്പ്, അതല്ലെങ്കിൽ സൂചി ഗോതമ്പായാലും കുഴപ്പമില്ല. 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഈ 4 ചേരുവകളും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കല്ലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പെറുക്കി ഒഴിവാക്കാവുന്നതാണ്. നന്നായിട്ട് കഴുകിയെടുക്കും വേണം. അപ്പോൾ നുറുക്ക് ഗോതമ്പിനേക്കാളും കൂടുതൽ ടേസ്റ്റിൻ്റെ സൂചി ഗോതമ്പാണ്. നുറുക്ക് ഗോതമ്പും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വെള്ളരിയിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ തലേ ദിവസം രാത്രിയാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത്. രാവിലെ നമുക്ക് പണികളൊക്കെ എളുപ്പമാവാനും അല്ലെങ്കിൽ എവിടേക്കെങ്കിലുമൊക്കെ യാത്ര പോകണമെന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് പലഹാരം റെഡിയാക്കാൻ സമയമില്ലാത്ത നേരത്തൊക്കെ ഇത് ഈ ഒരു റെസിപ്പി നിങ്ങളെ സഹായിക്കും. അതുപോലെ നമ്മൾ ഈ ഒരു തണുപ്പ് സീസണിൽ രാവിലെ കടി ഉണ്ടാക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലൊക്കെ ആണ് എന്നെപ്പോലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനായിട്ടാണ് ഈ റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ പറഞ്ഞു തരുന്നത്. നന്നായിട്ട് ഇതിലത്തെ ചളിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുത്ത് വേവിക്കുക. അപ്പോൾ അടുപ്പത്താവുമ്പോൾ രാത്രിയിൽ നമുക്ക് വേവിച്ചെടുത്താൽ മതി. പതുക്കെ കടന്നിട്ട് അങ്ങനെ വേവുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കുക്കറിൽ പെട്ടെന്ന് വേവിച്ചെടുക്കാന്ന് വെച്ചാൽ തന്നെ ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ തലേ ദിവസം വേവിക്കായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ ഞാൻ ഇത് ഒരു ദിവസം രാത്രി കേട്ടോ ഇത് ഉണ്ടാക്കണത്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അരിയൊക്കെ 2-3 തിള തിളക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് അരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഉപ്പിടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരുപാട് കത്തിക്കണ്ട കേട്ടോ. അടുപ്പിലാണെങ്കിൽ ഒരുപാട് തീ കത്തിക്കണ്ട. ഒരു കുറഞ്ഞ തീ കിടന്നിട്ട് അങ്ങനെ വെന്തോളും. മട്ടരി കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഏകദേശം അടി പിടിക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ റൈസൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ആയി കിട്ടും. ഇനി നമ്മളൊന്ന് നന്നായിട്ട് തന്നെ മൂടി വെക്കുക. ഇനി നാളെ രാവിലെയാണ് ഇതിലേക്കുള്ള മറ്റുള്ള ചേരുവകളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ രാവിലെ ടെൻഷൻ ഇല്ലാതൊക്കെ എണീറ്റ് വന്നിട്ട് നമ്മൾ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് റൈസ് ഇതുപോലെ ആയിട്ടുണ്ട്. മേൽഭാഗം ചെറുതായിട്ടൊരു കട്ടിയൊക്കെ വന്നിട്ടുണ്ടാകും. അതൊന്നും സാരമല്ല, നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു മൺകലത്തിൽ നിന്ന് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി നിൽക്കുക. അല്ലെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ഇളക്കുന്ന സമയത്ത് മൺകലം പൊട്ടിയാലാവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് നമ്മുടെ ഉലുവച്ചോറ് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തേങ്ങ മുഴുവനായിട്ട് തന്നെ ഞാൻ ചിരവിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ തേങ്ങാപ്പാൽ ചേർത്താലും മതി. എന്നാലും നല്ല ടേസ്റ്റാണ് നമ്മൾ ഉലുവച്ചോറിന് കേട്ടോ. ഈ സമയത്ത് കുറച്ച് നെയ്യിൽ ചെറിയ ഉള്ളിയൊക്കെ തൂമിച്ച് ഒഴിക്കുകയാണെങ്കിൽ നല്ല മണവും ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ. ഞങ്ങളിവിടെ തേങ്ങയും അതുപോലെ കുറച്ച് പഞ്ചസാരയും ഇഷ്ടമുള്ളവർ മാത്രം വിതറി കൊടുത്തിട്ടാട്ടോ ഞങ്ങൾ കഴിക്കാറ്, മലപ്പുറം ജില്ലക്കാർ. അപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കണമെങ്കിൽ അങ്ങനെയാവാം. നെയ്യിലൊക്കെ ഉള്ളിയൊക്കെ തൂമിച്ചിട്ട് അങ്ങനെയും ചേർക്കാവുന്നതാണ്. ഇപ്പോൾ വളരെ ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.